ഉയർപ്പ്. ഏഴാം ഞായർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്വർഗാരോഹണം. ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യം. ഏനോയ്ക്കും ഏലിയായ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനുമൊക്കെ സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടവരാണെന്നാണ് നാം വിശ്വസിക്കുന്നു. ഇന്ന് മനുഷ്യനായി അവതരിച്ച ദൈവം തന്നെയായ യേശു ഈ ലോകവാസത്തിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം സ്വർഗത്തിലേക്ക് കരയേറിയ സംഭവമാണ് നാം വായിക്കുന്നത്. മറ്റൊരു പാർക്കത്തലായിയെ സഹായകൻ, ഇടനിലക്കാരൻ, ആശ്വാസകൻ അയക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇനി യേശു മാത്രമല്ല, മറ്റൊരു മാധ്യസ്ഥനും നമ്മെ സഹായിക്കുന്നതിനായി നമുക്കിടയിലുണ്ട് എന്നത് ആശ്വാസദായകമായ ശുഭവാർത്തയാണല്ലോ. ഗലീലയിൽ നിന്നാരംഭിച്ച തൻ്റെ പ്രേക്ഷിത ജീവിതം ഗലീലയിൽ വെച്ച് തന്നെ അവസാനിക്കുന്നതായി നാം വായിക്കുന്നു. മറ്റു സുവിശേഷങ്ങളിലും ലോകമെങ്ങും പോയി സകല ജനതകളെയും മാനസാന്തരപ്പെടുത്തി ജ്ഞാനസ്നാനപ്പെടുത്തുവാനുള്ള ആഹ്വാനം നാം കാണുന്നുണ്ട്. വളരെ ഭക്തിപാരവശ്യത്തോടെ ആരാധിച്ചുകൊണ്ടാണ് ഈ നിമിഷങ്ങളിൽ ശിഷ്യർ യേശുവിൻ്റെ സ്വർഗീയ യാത്രയിൽ പങ്കുചേർന്നത്. മുമ്പൊക്കെ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടും കൂടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടും പരാജയപ്പെട്ടവർ ഇതാ അവസാന നിമിഷത്തിൽ സ്വയം മനസ്സായി പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം അവർ ജെറുസലേമിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നിച്ചു കൂടിയിരുന്നു പ്രാർത്ഥിച്ചു. നിർബന്ധത്താൽ ആരും പ്രാർത്ഥിക്കുന്നവരാകുന്നില്ല. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ദൈവം നമ്മോടുകൂടെ എപ്പോഴും നടക്കുന്നവനാണ്. എന്നും നാം ഉപേക്ഷിച്ചാലും ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നുമുള്ള അവബോധം ആദ്യം നമ്മിൽ വന്ന് നിറയണം. നമ്മെ ചുറ്റിപ്പിണിഞ്ഞ് നടക്കുന്നവനാണ് ദൈവം എന്നൊരിക്കലും നാം ദൈവത്തെ കൂടെ കൂട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ സ്ഥാനമാണോ യേശുവിന് നാം കൊടുത്തിട്ടുള്ളത്? അവൻ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും അത് ശ്രവിച്ച് വാതിൽ തുറന്നു കൊടുത്താൽ അവൻ ഉള്ളിൽ പ്രവേശിക്കുകയും നമ്മോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. അതിനാൽ ദൈവം നമ്മുടെ കൂടെയായിരിക്കുവാൻ അത്യാഗ്രഹത്തോടെ അവനെ വിളിച്ചുകൊണ്ടിരിക്കുക. ചോദിപ്പിൻ ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും എന്നാണല്ലോ അവൻ്റെ വാഗ്ദാനം. ഉള്ളിൽ പ്രവേശിച്ച ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. പൂർണ്ണമായി സമർപ്പിക്കാത്ത പ്രാർത്ഥനകൾ നിഷ്പ്രയോജനങ്ങളാണ്. നമ്മുടെ എന്താവശ്യവും അവൻ നിറവേറ്റിത്തരും. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. സമർപ്പണത്തിൽ അത്രയേറെ ബോധ്യമുണ്ടാകണം. ആർക്കെങ്കിലും എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടേതല്ല, അവരുടെ സ്വന്തമാണ്. നമ്മുടെ അപേക്ഷകളും യാചനകളും ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് അംഗീകരിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ കാതൽ. അതിന് ഏത് തരത്തിൽ അവൻ പ്രത്യുത്തരം നൽകിയാലും സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള വിധേയത്വ മനോഭാവമുള്ളവർ എപ്പോഴും ദൈവത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായി മാറും. ആ ആനന്ദം നിലനിൽക്കുന്നതിനായി അവർ സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അവരുടെ സ്ഥിരതയാർന്ന പ്രാർത്ഥനാ ചൈതന്യത്തിലുള്ള ദൈവത്തിൻ്റെ സമ്മാനമാണ് 10-ാം നാളിൽ വർഷിക്കപ്പെട്ട ആത്മവർഷം. അത് അവരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റി. സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ സന്തോഷം അവരിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരോട് എപ്രകാരം എന്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചു. ലൗകിക കാര്യങ്ങളെക്കാൾ പിതാവിൻ്റെ ഈ വാഗ്ദാനം നമ്മിലും വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുവാനും അതിനായി ആദ്യം നമ്മെ തന്നെ മുഴുവനായി വിട്ടുകൊടുക്കുവാനും പിന്നീട് മരണമടക്കമുള്ള എന്തു തന്നെ സംഭവിച്ചാലും അതാണ് ദൈവേഷ്ടമെന്ന് ചിന്തിക്കുവാനും കഴിയുന്നതാണ് പരിശുദ്ധാത്മ അഭിഷേകം. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ലാഭത്തിലും നഷ്ടത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നവരാണ് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ലക്ഷണങ്ങൾ.